റേഷണൽ ഡോക്സിന് അടുത്ത വീട്ടിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ലാലേട്ടനെ കുറിച്ച് കാര്യമായിട്ടൊന്നും ഞാൻ അങ്ങനെ പറയാറില്ല. അതിൻ്റെ ആവശ്യമില്ലെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ പറയാത്തത്. മാത്രമല്ല നമുക്കൊരു റീ എൻട്രിക്കായിട്ട് മറ്റുള്ളവരെ പോലെ ഞാനും കാത്തിരിക്കുക. പക്ഷേ ചില ലാലേട്ടൻ ഫാൻസിന് ഈ ചൊറിച്ചിൽ മറ്റുള്ളവരെ ചൊറിയുക എന്ന് പറയുന്നത് മമ്മൂക്ക ഫാൻസിലായാലും ലാലേട്ടൻ ഫാൻസിലായാലും എല്ലാ ഫാൻസിലുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ ചില ലാലേട്ടൻ ഇപ്പം എന്നെപ്പോലുള്ള ഒരാളെ ചൊറിയുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കുക എന്ന് പറയുന്നത് ചില ലാലേട്ടൻ ഫാൻസുകാരാണ് അങ്ങനെ ചെയ്യാറുള്ളത്. ആ കൂട്ടത്തിൽ നമ്മുടെ ഒരു സുഹൃത്ത്, ഞാൻ പറഞ്ഞ കണക്ക് റെഗുലറായിട്ട് വീഡിയോ ചെയ്യാതെ 2-3 ദിവസം കൂടുമ്പോഴൊക്കെയായിരിക്കും നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം ഒരു പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ലാലേട്ടൻ ഒരു 40 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളാണ് അദ്ദേഹത്തിൻ്റെ. കാര്യം നമ്മുടെ സിനിമാ മേഖലകളിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു ചർച്ചകളും അത്തരത്തിലുള്ള കാര്യങ്ങളും വരുന്നത് കൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ഒരു ലാലേട്ടൻ്റെ ഒരു ആരാധകനായിട്ടുള്ള ഒരു സുഹൃത്ത് ചോദിക്കുന്നത് 40 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ക്യാമിയോ റോളോ എന്നാണ് ചോദിക്കുന്നത്. ശരി, ക്യാമിയോ റോൾ അല്ല, ഞാനിപ്പോൾ പറയുന്നു ക്യാമിയോ റോൾ അല്ല, അദ്ദേഹത്തിന് അത് ക്യാമിയോ റോൾ ആണെന്ന് അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ ആണെന്ന് മമ്മൂക്കയുടെ ആരാധകരും മറ്റുള്ളവരും പറയുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ലാലേട്ടൻ ആ സിനിമയ്ക്കകത്ത് ഒരു സഹനടനാണെന്ന് പറയാം. മമ്മൂക്കയുടെ ഒരു സഹനടനാണ് ലാലേട്ടൻ, അല്ലെങ്കിൽ മമ്മൂക്കയുടെ കീഴിലുള്ളൊരു ഉപനായകനാണ് ലാലേട്ടൻ നമുക്ക് പറയാം. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും, പണ്ട് മമ്മൂക്കയുടെ കൂടെ ഒരുപാട് സിനിമയ്ക്കകത്ത് ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, ഉപനായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂക്കയുടെ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂക്കയുടെ ഇന്ന് തല്ലുകൊള്ളുന്ന ഒരുപാട് വേഷങ്ങളിൽ ലാലേട്ടൻ ആ കാലത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി മമ്മൂക്കയുടെ ഒരു സഹനടനായിട്ട് അല്ലെങ്കിൽ ഉപനായകനായിട്ട് മമ്മൂക്കയുടെ കീഴിൽ ലാലേട്ടൻ അഭിനയിക്കുകയാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. കാര്യം ഇതൊന്നും ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല, അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ പറയുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യവുമില്ല. അപ്പം ഞാനിപ്പം ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ എന്ന് പറയുമ്പം അതല്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയുന്നത്? അപ്പോൾ അദ്ദേഹം പിന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായി, ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണല്ലോ ഇത്, പിന്നെ ഇതിനകത്ത് എങ്ങനെയാണ് അതായത്, ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ട് മമ്മൂക്കയാണ് പാട്രിയോട്ടിനകത്ത് നായകൻ എന്ന് കഴിഞ്ഞ വീഡിയോ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണോ? മൾട്ടി സ്റ്റാർ സിനിമയാണ്, സംശയം എന്താണ്? ഞാൻ പലയിടത്തും ഇത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴല്ല, കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഹേഷ് നാരായണന്റെ മമ്മൂക്കയും ലാലേട്ടനും അല്ലെങ്കിൽ കുഞ്ചാക്കോയും ഫാസിലും ഒക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ ഒരു മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണ്, അല്ലാതെ ഒരു മമ്മൂക്ക സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല. ആ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്കും ലാലേട്ടനും കുഞ്ചാക്കോവനും ഫഹദ് ഫാസിലിനും അല്ലെങ്കിൽ അതിനകത്ത് അഭിനയിക്കുന്ന എല്ലാ താരങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു പങ്കുണ്ട്. ആ പങ്കുകളൊന്നും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല. അത് അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ വിജയമാണ്. ഈ എമ്പുരാന്റെ കാര്യത്തിൽ ഞാൻ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ്റെ മാത്രം സിനിമയല്ല, പൃഥ്വിരാജിന്റെയും ടൊവിനോ തോമസിന്റെ എല്ലാം സിനിമയാണ് എമ്പുരാൻ. കാര്യം ഇവരെല്ലാം സ്റ്റാർ വാല്യൂ ഉള്ള താരങ്ങൾ തന്നെയാണ്, അതുകൊണ്ടാണ് നമ്മുടെ ഒരു മൾട്ടി സ്റ്റാർ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള ചോദ്യം, മൾട്ടി സ്റ്റാർ സിനിമയാണെന്ന് ഞാൻ പറയുമ്പോൾ പിന്നെ എങ്ങനെ മമ്മൂക്ക നായകനാകുമെന്ന്? ഈ മൾട്ടി സ്റ്റാർ സിനിമയ്ക്കകത്ത് ഒരാള് നായക കഥാപാത്രം ആവില്ലെന്ന് ആരാ പറഞ്ഞത്? ഇപ്പം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണെങ്കിൽ ലാലേട്ടനാണ് അതിനകത്ത് നായകൻ. പൃഥ്വിരാജിനെയും ടൊവിനോ തോമസിനെയും പോലെ സ്റ്റാർ വാല്യൂ ഉള്ള താരങ്ങളും ആ സിനിമയ്ക്കകത്തുണ്ട്. ഇപ്പൊ പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ ഒരു മൾട്ടി സ്റ്റാർ സിനിമ അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണെന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഏതെങ്കിലും ഒരാളുടെ കഥാപാത്രത്തിനായിരിക്കും നമ്മൾ പറയുന്ന ആ സിനിമയ്ക്കകത്ത് ഒരു ലീഡ് റോൾ ചെയ്യുന്നത് ഒരാളായിരിക്കും, ഒരാളുടെ കഥാപാത്രത്തിനായിരിക്കും നായക പ്രാധാന്യമുള്ളത്. ആ തരത്തിലുള്ള നായക പ്രാധാന്യമുള്ള കഥാപാത്രം നായകന്റെ സ്ഥാനത്ത് മമ്മൂക്കയാണ് എന്നും പറഞ്ഞാൽ മമ്മൂക്ക നായകനാണെന്ന് പറയുമ്പോൾ അതൊരു മൾട്ടി സ്റ്റാർ സിനിമ അല്ലെന്നല്ല എൻ്റെ അർത്ഥം, ഒരു മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണ്. ഇപ്പോൾ ലാലേട്ടനെ പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് ഫഹദ് ഫാസിലിനെയും കുഞ്ചാക്കോവനെയൊക്കെ പോലെയുള്ള സ്റ്റാർ വാല്യൂ ഉള്ള താരങ്ങൾ തന്നെയാണ് ആ സിനിമയ്ക്കകത്ത് സഹകരിക്കുന്നത്. അപ്പം ഈ മൾട്ടി സ്റ്റാർ സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നി ലാലേട്ടൻ ഫാൻസിനകത്ത് ഒട്ടുമിക്ക ആളുകൾക്കും കുറേ സംശയങ്ങളുണ്ട്. അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റാർ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യ പ്രാധാന്യം ഉണ്ടെങ്കിൽ മാത്രമേ മൾട്ടി സ്റ്റാർ സിനിമയാവത്തുള്ളൂ. അല്ല, ഏതെങ്കിലും ഒരാൾക്ക് പ്രാധാന്യം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇനി എത്ര സ്റ്റാർ വാല്യൂ ഉള്ള നായകന്മാർ അഭിനയിച്ചാലും അല്ലെങ്കിൽ നടന്മാർ അഭിനയിച്ചാലും അതൊരു മൾട്ടി സ്റ്റാർ സിനിമ അല്ല എന്നാണ് അവരുടെയൊക്കെ വിചാരം. അപ്പോൾ നമ്മളോടുള്ള ചോദ്യങ്ങളാണ്, ഒന്ന്, എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ എന്ന് പറയുമ്പം അതെന്താണ് എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് അങ്ങനെ പറയുന്നത്? പിന്നെ ഞാൻ എന്താ മുമ്പേ ഞാൻ പറഞ്ഞ കണക്ക് ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? പിന്നെ എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ വാക്കുകൾ മാത്രമേ ഉള്ളൂ, അത് എൻ്റെ വാക്കുകളല്ല. അങ്ങനെ പറയണമെന്നുള്ള ആഗ്രഹവും എനിക്കില്ല. ഇക്കാര്യം മറ്റ് ലാലേട്ടൻ ഫാൻസുകാർക്ക് അല്ലെങ്കിൽ അവർക്കൊന്നും വിഷമം തോന്നണ്ട. കാര്യം ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ലാലേട്ടനെ കുറിച്ച് നമ്മൾ അന്നും ചെയ്യുന്നില്ല, ഇപ്പോഴും ചെയ്യണമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പം എല്ലാത്തിനും നമ്മൾ പറയുന്ന എനിക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഈ നമ്മുടെ സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ള വീഡിയോ കാണുമ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ കാര്യങ്ങൾ ഇതാണ്. അതുപോലെ നമ്മൾ മുമ്പേ പറഞ്ഞിടക്ക് മൾട്ടി സ്റ്റാർ സിനിമ എന്ന് പറയുമ്പം അത് ലാലേട്ടൻ്റെ ഫാൻസിനകത്ത് അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഫാൻസിനകത്തായാലും പലരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മൾട്ടി സ്റ്റാർ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടെ കുത്തി നിറച്ച് എല്ലാവരെയും കൂടെ നായകവേഷത്തിൽ ഉണ്ടാക്കി വെക്കുന്ന ഒരു സിനിമയല്ല മൾട്ടി സ്റ്റാർ സിനിമ എന്ന് പറഞ്ഞാൽ. അതിനകത്തൊക്കെ നമ്മൾ പറഞ്ഞ കണക്ക് ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾ ഒരു മെയിൻ റോൾ. അങ്ങനെ പാട്രിയോട്ട് എന്ന് പറയുന്ന മഹേഷ് നാരായണന്റെ സിനിമ അനൗൺസ് ചെയ്തിരിക്കുന്ന ആ സിനിമയ്ക്കകത്ത് അന്നും ഇന്നും ഇപ്പോഴും ഈ ഷൂട്ട് ഇപ്പം പല ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും മമ്മൂക്കയുടെ കഥാപാത്രത്തിനാണ് അതിനകത്ത് പ്രാധാന്യം. മമ്മൂക്ക തന്നെയാണ് ആ സിനിമയിലെ നായകൻ. അതിനകത്ത് കഥയ്ക്കകത്ത് യാതൊരുവിധ മാറ്റങ്ങളും വന്നിട്ടില്ല. ഈ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞ് ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്നും കരുതിയിട്ട് അതിനകത്ത് ലാലേട്ടന് സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ആളാണ് ലാലേട്ടനെന്നോ അല്ലെങ്കിൽ കുഞ്ചാക്കോ എന്നോ
ഫഹദ് ഫാസിൽ എന്നൊന്നും ഞാൻ ഒരിടത്തും പറയുന്നില്ല. അപ്പം ഈ സിനിമ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അത് വിജയിച്ച് 100 കോടിയോ 200 കോടിയോ 300 കോടിയോ, ഇനി അതല്ല ആ പടം ഫ്ലോപ്പ് ആയാൽ പോലും ആ സിനിമയ്ക്കകത്ത് വിജയിക്കുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അതിന്റെ ഒരു അവകാശം മമ്മൂക്കയോടൊപ്പം ലാലേട്ടനും കുഞ്ചാക്കോയ്ക്കും ഫഹദ് ഫാസിലിനും നയൻതാരയ്ക്കും എല്ലാവർക്കും ഉണ്ട്. പരാജയപ്പെട്ടാലും ഇവർക്ക് എല്ലാവർക്കും ഈ സിനിമയ്ക്കകത്ത് കൂട്ടുത്തരവാദിത്തം തന്നെയാണ്. അതുകൊണ്ട് മൾട്ടി സ്റ്റാർ സിനിമ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. കാര്യം ഞാൻ എൻ്റെ പഴയ ഒരുപാട് വീഡിയോയ്ക്കകത്ത് എമ്പുരാൻ മൾട്ടി സ്റ്റാർ സിനിമയാണെന്ന് പറയുന്നതിനകത്ത് തന്നെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മഹേഷ് നാരായണൻ്റെ മമ്മൂക്ക സിനിമയും അന്ന് മമ്മൂക്ക ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ മാറി നിൽക്കാത്ത സമയമാണ്, മമ്മൂക്ക സജീവമായിട്ട് സിനിമയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പോലും ഞാൻ പറഞ്ഞത് മഹേഷ് നാരായണൻ്റെ സിനിമ മമ്മൂക്കയുടെ സിനിമ ഒരു മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയുകയും അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു യൂട്യൂബിൽ ഒരു വീഡിയോയുടെ താഴെ കൊണ്ടുവന്ന് പടപട കമന്റ് ഇട്ട് അന്നും നമ്മൾ ഇത്തരത്തിലുള്ളൊരു മറുപടി കൊടുത്ത് കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഇപ്പോൾ ഏതാണ്ട് ആ സിനിമയുടെ കാര്യങ്ങൾ ചർച്ചകളിൽ വരുമ്പം അന്ന് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെ വീണ്ടും കൊണ്ടുവന്ന് ഓരോ വീഡിയോയുടെ താഴെ വീണ്ടും ചോദിച്ചാൽ എന്നും കുത്തിയിരുന്ന് ഒരേ റിപ്ലൈ തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വ്യക്തമായിട്ട് ഞാനൊരു വീഡിയോ ഇപ്പോൾ അങ്ങ് ചെയ്തത്. കാര്യം എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഇതാണ് കാര്യം. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് ചില പാകപ്പിഴകൾ ഞാൻ ഉൾപ്പെടെയുള്ള ആര് ചെയ്താലും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വരും. എല്ലാവരും 100% ഒന്നും പഠിച്ചു വെച്ചോണ്ടല്ല ചെയ്യുന്നത്. അത്തരത്തിലുള്ള തെറ്റുകൾ മമ്മൂക്ക ആരാധകരും ലാലേട്ടൻ്റെ ആരാധകരും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ താങ്കൾക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ ബ്രോയ്ക്ക് തെറ്റുപറ്റി എന്ന് പറയുമ്പം നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത്, അല്ലെങ്കിൽ അത് അങ്ങനെയാണോ, കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും എല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു ബേസ്ലെസ് ആയിട്ടുള്ള രീതിയിൽ ഒരു അടിസ്ഥാനമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ചുമ്മാതെ കൊണ്ടുവന്നിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ ഈ പറഞ്ഞ കണക്കിന് മറുപടി കൊടുക്കണ്ട എന്ന് തന്നെ വിചാരിക്കുന്ന കാര്യം. നമ്മൾ മറുപടി കൊടുക്കുന്നതിന് പോലും ആ ചോദ്യത്തിന് ഒരു വ്യക്തത ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നമ്മളെ വിമർശിക്കുമ്പം പോലും അതിനകത്ത് കാര്യമുണ്ടെന്ന് നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാഗങ്ങൾ നമ്മൾ വ്യക്തമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. പക്ഷെ ഒരടിസ്ഥാനമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സത്യത്തിൽ മറുപടി കൊടുക്കുകയും വേണം. പക്ഷെ മറുപടി കൊടുക്കാൻ ഞാൻ പറഞ്ഞ കണക്ക് നമ്മുടെ മനസ്സ് പോലും അനുവദിക്കുന്നില്ല. കാര്യം ഇത്തരത്തിലുള്ള ഈ ഒരടിസ്ഥാനമില്ലാത്ത ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തെന്ന് മാത്രം. ഈ പറഞ്ഞ കണക്ക് മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണ് മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും എല്ലാവരും ഒരുമിക്കുന്ന പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ. പക്ഷേ എൻ്റെ നായക സ്ഥാനത്ത് മമ്മൂക്ക തന്നെയാണ്. അതിപ്പോൾ ലാലേട്ടനോ കുഞ്ചാക്കോയോ ഫഹദ് ഫാസിലോ ആരും ഈ നിമിഷം വരെ അതിൻ്റെ നായകസ്ഥാനം ഒന്നും അവകാശപ്പെടേണ്ട. പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അവർക്ക് അവരുടേത് ഈ വിജയത്തിൽ അവർക്ക് 100% അവർക്ക് അർഹതയുണ്ട്. കാര്യം ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ്. അവരുടെ എല്ലാവരുടെയും സ്റ്റാർ വാല്യൂ പരമാവധി മുതലെടുത്ത് അല്ലെങ്കിൽ ചൂഷണം ചെയ്ത് തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കുന്നത്. അതായത് ലാലേട്ടൻ എന്ന് പറയുന്ന മലയാളത്തിൽ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള നായകന്മാരിലുള്ള ആളായിട്ടുള്ള ലാലേട്ടൻ ഉൾപ്പെടെയുള്ള കുഞ്ചാക്കോയും ഫഹദ് ഫാസിലും ഉൾപ്പെടെയുള്ള താരനിരയ്ക്ക് എന്തെല്ലാം സ്വാധീനം പ്രേക്ഷകരിലുണ്ടോ അതെല്ലാം മുഴുവൻ ചൂഷണം മുതലെടുത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ചൂഷണം ചെയ്തിട്ടുള്ള രീതിയിൽ, ചൂഷണം ഞാൻ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ മൊത്തം സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത്, ചൂഷണം എന്ന് പറയുന്ന അല്ലെങ്കിൽ മുതലെടുപ്പ് എന്ന് പറയുന്ന വാക്കിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് അത് മുഴുവൻ സിനിമയ്ക്ക് വേണ്ടി അവരുടെ സ്റ്റാർ വാല്യൂ ഉപയോഗിക്കുന്നതെന്ന് പറയുന്ന വാക്കായിരിക്കും കുറച്ചുകൂടെ ശരിയായിട്ടുള്ള രീതിയിൽ. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സിനിമ തന്നെയാണ് പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ. അല്ലാതെ ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് ഇനി ഇതും കേട്ടിട്ട് പോയിട്ട് നാളെ വീണ്ടും വന്നിട്ട് താൻ അന്ന് പറഞ്ഞില്ലയോ അതൊരു മമ്മൂട്ടി സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ഇതൂടെ പറഞ്ഞു. മമ്മൂക്ക നായക സ്ഥാനത്തുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മമ്മൂക്കയോടൊപ്പം ഈ പറയുന്ന മറ്റുള്ള താരങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു വിജയത്തിനകത്ത് 100% അർഹതയുണ്ട്. പരാജയപ്പെട്ടാലും അത് കൂട്ടുത്തരവാദിത്വം. നാളെ ഇനി അഥവാ ആ സിനിമ എന്തെങ്കിലും കാര്യം കൊണ്ട് തിയേറ്ററിൽ നിന്ന് മുതൽ മുടക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാതെ പോയാൽ അന്നേരം എൻ്റെ അടുക്കെ ചോദിക്കും മമ്മൂട്ടി അല്ലായിരുന്നു അതിനകത്ത് നായകനെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, ഈ വീഡിയോ കേൾക്കുമ്പം ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയാതെ മനസ്സിൽ തന്നെ പതിച്ചിട്ടിരിക്കണം. പടം പൊട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ കൂട്ടുത്തരവാദിത്വം മമ്മൂക്കയോടൊപ്പം ലാലേട്ടനും കുഞ്ചാക്കോയ്ക്കും ഫഹദ് ഫാസിലിനും നയൻതാരയ്ക്കും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും തന്നെ ഉണ്ട്. ഏതായാലും സിനിമ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാം. താങ്ക് യു.